എന്റെ വീട് എപ്പോഴും നല്ല നീറ്റ് ആയിരിക്കണം. ഒരു 11 മണിയാകുമ്പോഴേക്കും എന്റെ പണിയൊക്കെ തീർന്നിരിക്കണം. ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവണം. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, ഭംഗിയായിരിക്കണം, എപ്പോഴും സക്സസ്ഫുൾ ആവണം. കുട്ടികളൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കുന്നവരായിരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അതിന്റെ ഒരു ഏറ്റവും ഭംഗിയിൽ മാത്രം ചെയ്യണം. അതുപോലെ എന്റെ ലൈഫ് പാർട്ട്ണർ എന്നെ മനസ്സിലാക്കി, എന്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞ്, ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് എനിക്ക് ചെയ്തു തരുന്ന ആളായിരിക്കണം. ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. എന്റെ മാതാപിതാക്കൾ, എന്റെ പാരന്റ്സ് ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്തു തരണം. അതല്ലെങ്കിൽ എന്റെ മക്കൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അവരെനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് നിർബന്ധങ്ങൾ, ഒരുപാട് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അത് അങ്ങനെ ആവണം, ഇത് ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻസ്. അത് എന്നെ കുറിച്ച് തന്നെ ആവാം, എന്റെ കൂടെയുള്ളവരെ കുറിച്ചാവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് തിങ്കിങ് ഡിസ്റ്റോർഷൻ, ഷുഡ് ഓർ മസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇങ്ങനെ ഒരുപാട് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ്. അൺറിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത് എത്തിപ്പെടാൻ കഴിയില്ല, അതല്ലെങ്കിൽ മറ്റുള്ളവർക്കാണെങ്കിലും അതിലേക്ക് എത്താൻ കഴിയില്ല, അതല്ലെങ്കിൽ അതിലേക്ക് എത്താൻ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കണം. ഈ ഒരു എക്സ്പെക്ടേഷനിലേക്ക് എത്താൻ, അതല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുക, ഒരുപാട് പ്രഷർ നമ്മളിലേക്ക് കൊടുത്തിട്ട് വേണം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ദേഷ്യം വരും, ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അതുപോലെ ചിലപ്പം ഒരു ഗിൽട്ടി ഫീലിംഗ് ഒക്കെ തോന്നും, ഒരു നിരാശയൊക്കെ തോന്നും. കാരണം എപ്പോഴും വീടൊക്കെ നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി കൊണ്ടുനടക്കുന്ന, അങ്ങനെ വേണം എന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് വെച്ചോ. ഒരു ദിവസം പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു, ഒന്നാണെങ്കിൽ ഒന്നും ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് മതിയാകും അന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഒരുപാട് ദിവസം പിന്നെ വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആ ഒരു കാര്യം മതിയാകും. എല്ലാ ദിവസവും ഞാൻ 10 മണിയാകുമ്പോഴേക്കും എന്റെ പണിയെല്ലാം ക്ലീനിങ് എല്ലാം കഴിയണതാ, ഇന്നിപ്പോ ആ ഒരു ഫോൺ വന്ന് അതിലിരുന്ന് എന്റെ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല, എന്റെ പണിയൊന്നും കഴിഞ്ഞില്ല, അപ്പൊ തന്നെ ഗസ്റ്റ് വന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഗസ്റ്റിനൊക്കെ വളരെ ഭംഗിയായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പൊ ഒരു ദിവസം വന്നപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എങ്കിൽ, ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാവും നമുക്ക് മനസ്സിലേക്ക് സ്ട്രെസ് ഉണ്ടാവാൻ. ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സ്ട്രെസ് കെമിക്കൽസ് കോർട്ടിസോൾ ഒക്കെ വന്ന് നമ്മളുടെ ബോഡിയിലേക്കും ഒരുപാട് എഫക്റ്റുകൾ അതിലൂടെ വരും. പിന്നെ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകും. ചിലപ്പം കുട്ടികളോടോ ആരാ കൂടെയുള്ള വെച്ചാൽ അവരോടൊക്കെ ദേഷ്യം കാണിക്കും. നമ്മളുടെ ഒരു മെന്റൽ ഹെൽത്തിനൊക്കെ ഒരുപാട് ബാധിക്കും. അപ്പൊ ഇതെന്താണ്? വളരെ ചെറിയൊരു കാര്യമാണ്. എല്ലാ കാര്യത്തിലും നിർബന്ധം അതങ്ങനെ ആവണം. ചില റൂൾസ് ആണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചില റൂൾസ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു പ്രഷർ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു പ്രഷർ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു എന്തൊക്കെ കാര്യത്തിലാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് എനിക്കുള്ളത്, അവിടെയുള്ള ആ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി അതിന്റെ പിന്നിലുള്ള തോട്ട്സ് എന്താണ് എന്നുള്ളത് എഴുതി വർക്ക് ചെയ്ത് ആ തോട്ട്സിനെ ഒന്ന് റീഫ്രെയിം ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ തന്നെ വളരെ സമാധാനത്തോടു കൂടി, ഒരു ആശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും.